CMI ഈസ്റ്റ് ആഫ്രിക്കൻ മിഷൻ 1981 നവംബർ 11 CMI ദേവമാതാ പ്രവിശ്യയിൽ നിന്ന് ആദ്യമായി കെനിയ മിഷനിലേക്ക് അവിടുത്തെ മച്ചാക്കോസ് രൂപതാ ബിഷപ്പായ ഡോക്ടർ ഉർബാനോസ് ജോസഫ് കിയാക്കോയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുന്നത്. തുടർന്ന് പല വർഷങ്ങളിലായി നിരവധി CMI മിഷനറി സന്യസ്ത വൈദികർ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായി കെനിയയിൽ എത്തിച്ചേർന്നു. അന്നു മുതൽ കഴിഞ്ഞ 40 വർഷത്തിലധികം കെനിയയിൽ 50,000-ത്തിലധികം പേരെ ജ്ഞാനസ്നാനപ്പെടുത്തി കത്തോലിക്കരാക്കുവാൻ CMI മിഷനറിമാർക്ക് കഴിഞ്ഞിരിക്കുന്നു. പള്ളികളും തദ്ദേശീയ സമൂഹത്തിൽ നിന്നുള്ള നവവൈദികരുമായി ആധ്യാത്മിക സാഫല്യ പാതയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വൃദ്ധമന്ദിരങ്ങളുമായി സാമൂഹിക സേവന മാർഗത്തിലും കെനിയ മിഷൻ മുന്നേറുകയാണ്. 1963 വരെ ഇംഗ്ലീഷ് കോളനിയായിരുന്ന കെനിയക്കാർക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം. സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നു. കിസ്വാഹിലി ഭാഷയോടൊപ്പം ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷയാണ്. ഇത് അജപാലന ശുശ്രൂഷയ്ക്ക് വളരെ സഹായകരമാകുന്നു. തങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന വിശ്വാസികളാണ് കെനിയക്കാർ. കുർബാന ഇല്ലാത്തപ്പോഴും അവർ പള്ളിയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനസമൂഹം. കൃഷിയാകട്ടെ 100% മഴയെ ആധാരമാക്കിയുള്ളതും. മഴ പിഴച്ചാൽ കൃഷി നശിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ഓരോ ഇടവകയിലും ശരാശരി 1000-ഓളം പേർ ഓരോ വർഷവും മാമോദീസ സ്വീകരിക്കുന്നു എന്നത് വളർച്ചയുടെ തെളിവാണ്. വൃദ്ധരായവർക്ക് ഭക്ഷണവും മരുന്നും നൽകിയും പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ ഫീസ് നൽകിയും ഭിന്നശേഷിയുള്ളവരെ പരിപാലിച്ചും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹിക സേവനം ഭംഗിയായി നിർവഹിക്കുന്നു. 2001 CMI സഭയുടെ കെനിയൻ മിഷൻ പ്രവർത്തനങ്ങളാൽ ആകർഷിക്കപ്പെട്ട് CMI സഭയിൽ ചേരാൻ യുവജനങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു പരിശീലന ഭവനം തുടങ്ങുവാനുള്ള ആലോചന തുടങ്ങി. ഇന്നും അത് തുടർന്നുകൊണ്ടുവരുന്നു. 1969 ഉഗാണ്ടയിലെ കമ്പാലയിൽ നടത്തിയ സന്ദർശനാവസരത്തിൽ പോൾ 6 മാർപ്പാപ്പ ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി: ആഫ്രിക്കയിലെ വിശ്വാസികളെ, ഇനി നിങ്ങൾ തന്നെയാവണം നിങ്ങളുടെ നാട്ടിലെ മിഷനറിമാർ. പ്രവചന സ്വഭാവമുള്ളതായിരുന്നു ആ ഉദ്ബോധനം. അത് യാഥാർത്ഥ്യമാക്കുവാൻ CMI സഭയും തങ്ങളുടേതായ എളിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ CMI ദേവമാതാ പ്രവിശ്യയിൽ ഈസ്റ്റ് ആഫ്രിക്കൻ വംശജരായ 14 വൈദികരാണ് ഉള്ളത്. സമർത്ഥരായ വൈദികരുടെ സേവനം ലഭ്യമാക്കിയും കെനിയൻ സമൂഹത്തിൽ നിന്ന് അനുയോജ്യരായവരെ കണ്ടെത്തി പരിശീലിപ്പിച്ച് വൈദികരാക്കിയും മികച്ച സ്കൂളുകൾ സ്ഥാപിച്ച് കെനിയക്കാർക്ക് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകിയുമാണ് മിഷൻ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. കൃഷി പ്രധാന വരുമാന മാർഗമാണെങ്കിലും കെനിയയുടെ മുന്നിൽ 2 ഭാഗഭൂമിയും കൃഷിയോഗ്യമല്ല. അക്കേഷ്യ മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന വനങ്ങളും ആയിരക്കണക്കിന് കിലോമീറ്റർ പരന്നു കിടക്കുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും വിശാലമായ മരുപ്രദേശങ്ങളും കൃഷിഭൂമിയുടെ വ്യാപ്തി കുറയ്ക്കുന്നു. അവയ്ക്കിടയിൽ തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും. ചോളവും പയറുമാണ് സാധാരണ ജനങ്ങളുടെ ഭക്ഷണം. കിണറുകൾ കുഴിച്ച് വെള്ളം സംഭരിക്കുന്ന സമ്പ്രദായം ഇവിടെയില്ല. മഴ പെയ്യുമ്പോൾ മേൽക്കൂരയിലുള്ള വെള്ളം ടാങ്കുകളിൽ ശേഖരിച്ച് ഉപയോഗിക്കുന്നു. പാവപ്പെട്ട മനുഷ്യർ ചെറിയ തോടുകളുടെ അരികിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്നുള്ള വെള്ളമാണ് ശേഖരിക്കുന്നത്. മലേറിയ, ന്യൂമോണിയ, കോളറ എന്നീ സാംക്രമിക രോഗങ്ങൾ പിടിപെട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ചികിത്സാ സൗകര്യം ലഭിക്കാതെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ട്. വിവാഹങ്ങൾ നടക്കുന്നത് സാധാരണയായി കുറേ വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ചതിന് ശേഷമാണ്. ഇവിടെ വരന്റെ വീട്ടുകാർ വധുവിൻ്റെ വീട്ടുകാർക്ക് പണമോ ആടുമാടുകളോ മറ്റെന്തെങ്കിലുമോ കൊടുക്കാറുണ്ട്. സ്ത്രീധനം കൊടുക്കുന്ന പാരമ്പര്യം ഇവിടെയില്ല. ആടുമാടുകൾ നോക്കുന്നതാണ് പ്രധാന വരുമാന മാർഗം.
വീടുകൾ പുല്ലുകൊണ്ടോ ടിൻ ഷീറ്റുകൾ കൊണ്ടോ ആണ് മേയുന്നത്. മൃതസംസ്കാരത്തിന് ഇവിടെ പ്രത്യേക രീതിയുണ്ട്. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞായിരിക്കും മൃതസംസ്കാര കർമ്മങ്ങൾ നടക്കുക. ഇത് വീടുകളിൽ വെച്ചാണ് നടക്കുന്നത്. വീട്ടിലെ കർമ്മങ്ങൾക്ക് ശേഷം ദിവ്യബലി ഉണ്ടാകും. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെയാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. നഗരങ്ങളിൽ മാത്രമാണ് പൊതു സെമിത്തേരികൾ ഉള്ളത്. മരണത്തിനും മൃതസംസ്കാരത്തിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വീട്ടുകാരും അയൽക്കാരും ചേർന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. CMI സന്യസ്തർ കൂടാതെ വളരെയധികം സന്യസ്തർ കിഴക്കൻ ആഫ്രിക്കയിൽ സേവനം ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹവും ബിഷപ്പുമാരുടെ പിന്തുണയും വിശ്വാസികളുടെ സഹകരണവും കെനിയൻ മിഷന്റെ വിജയത്തിന് വഴിതെളിച്ചു. മിഷനിലെ CMI അംഗങ്ങളുടെ ഒത്തൊരുമ വളരെ വലിയ ഘടകമാണ്. CMI സഭാംഗങ്ങൾ നടത്തുന്ന ഇടവകകൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കെനിയൻ ബിഷപ്പുമാർ അംഗീകരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇംഗ്ലീഷിനോടൊപ്പം കിസ്വാഹിലിയും ഔദ്യോഗിക ഭാഷ ആയിരിക്കെ തന്നെ 20ഓളം മറ്റ് പ്രാദേശിക ഭാഷകൾ വിവിധ ഗോത്രവർഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ആ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈദികർ ആ ഗോത്ര ഭാഷകളിൽ പ്രാവീണ്യം നേടിയാൽ മിഷൻ പ്രവർത്തനം ഇനിയും ഏറെ ഫലസമൃദ്ധമാവുമെന്ന ചിന്തയിൽ സേവനത്തിനായി വരുന്ന വൈദികരെ ഭാഷാ പഠനത്തിനായി ഒരുക്കുന്നു. 2013 ഈസ്റ്റ് ആഫ്രിക്കയിലെ മറ്റൊരു രാജ്യമായ ടാൻസാനിയയിലേക്ക് മിഷൻ വളർന്നു. ഇന്നും നിരവധി ആഫ്രിക്കൻ വംശജർ CMI സന്യാസ സമൂഹത്തിൽ ചേർന്ന് സന്യാസ പരിശീലനം നേടുന്നു എന്നത് ദൈവത്തിൻ്റെ വളരെ വലിയ അനുഗ്രഹമാണ്. CMI സഭയിലെ തൃശൂർ, കോയമ്പത്തൂർ പ്രവിശ്യയിലെ 41 വൈദികർ 9 രൂപതകളിലായി കെനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നു. നമുക്ക് തുടർന്നും ഈസ്റ്റ് ആഫ്രിക്കൻ മിഷൻ പ്രവർത്തനങ്ങളുടെ വിജയത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മിഷനറി സന്യസ്തരെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തട്ടെ. ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.